കഴിക്കേണ്ടത് ഹറാം കഴിച്ചു പോകരുത്. സംശയാസ്പദമായ ഭക്ഷണം പോലും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഹലാല് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്നാ പറഞ്ഞത്. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഞാൻ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന, ഞാൻ നിങ്ങൾക്ക് നൽകിയ ഹലാലായ ഭക്ഷണമാണ് നിങ്ങൾ തിന്നേണ്ടത്. വഷ്കുറൂ ലില്ലാഹ്, അങ്ങനെ നിങ്ങൾ തിന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന് ശുക്ർ ചെയ്യണം. അല്ലാഹുവാണ് ഭക്ഷണം തന്നത്, അല്ലാഹുവാണ് പാനീയം തന്നത്, അല്ലാഹുവാണ് സൗഭാഗ്യങ്ങൾ തന്നത്, അല്ലാഹുവാണ് ആരോഗ്യം തന്നത്. അതിനുവേണ്ടി അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ ശുക്ർ ചെയ്യണം. അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ മറക്കരുത്. ഹലാലായത് മാത്രമേ തിന്നാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സമ്പാദ്യത്തിൽ വളരെ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിശാചാണ് നമ്മുടെ ശത്രുവെന്ന് നമ്മൾക്കറിയാം. നമ്മുടെ ശത്രു പിശാചാണ്. അള്ളാഹുവിനോട് സമ്മതം ചോദിച്ചു വാങ്ങിയതാണ് പിശാചി. എന്നു മുതൽ മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയതിന്റെ പേരിൽ, സ്വർഗ്ഗത്തിൽ നിന്ന് ആട്ടി ഇറക്കി വിട്ടതിന്റെ പേരിൽ മനുഷ്യരോട്, ജനങ്ങളോട്, വിശ്വാസികളോട് പകയുമായി വൈരാഗ്യവുമായി നടക്കുകയാണ് പിശാച്. ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെടാൻ കാരണക്കാരനാരാണ്? അവരെ ഞാൻ വെറുതെ വിടൂല എന്ന് അല്ലാഹുവിനോട് അന്നേ പറഞ്ഞതാണ്. ആര് കാരണത്താലാണോ നീ എന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിട്ടത്, അവരെ ഞാൻ വെറുതെ വിടൂല എന്ന് അല്ലാഹുവിനോട് അന്നേ പറഞ്ഞതാണ് പിശാച്. അല്ലാഹുവിനോട് പറഞ്ഞു പിശാച്, അല്ലാഹുവേ നിന്റെ ഇസ്സത്ത് കൊണ്ട്, നിന്റെ പ്രതാപം കൊണ്ട് ലഉഗ്വിയന്നഹും അജ്മഈൻ, ഒരാളെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, എല്ലാവരെയും ഞാൻ വഴി പിഴപ്പിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, നിഷ്കളങ്കരായ സ്വാലിഹീങ്ങളായ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച ഖാലിസീങ്ങളായ ഒരൽപ്പം ആളുകളല്ലാത്ത മറ്റുള്ള എല്ലാ ആളുകളെയും ഞാൻ വഴി പിഴപ്പിക്കുമെന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശത്രുക്കൾ രണ്ടുപേരാണുള്ളത്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ ശരീരമാണ്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ ശരീരമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ് എന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പിശാച് നിങ്ങളുടെ ശത്രുവാണ് എന്ന്? അപ്പൊ പിശാചിൽ നിന്ന് നമ്മുടെ ശരീരത്തെ തടയാൻ, പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കലാണ് പരിഹാരം. പിശാച് ശരീരത്തിലേക്ക് കടക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ ദിക്റിലൂടെ ജീവിക്കലാണ് പരിഹാരം. രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഓരോ ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ ആരാണോ ചൊല്ലുന്നത് അവരുടെ സമീപത്തേക്ക് പിശാച് അടുക്കൂല എന്നാണ്. പിശാചിനെ തടയാനുള്ള വഴി ദിക്റുകളാണ്. ആ ദിക്ർ ചൊല്ലാൻ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. രാവിലെ എണീക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ബാത്റൂമിലേക്ക് ചെല്ലുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്, അല്ലാഹുവേ പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, പിശാചിന്റെ ശർറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ് എന്ന് ചൊല്ലിയിട്ടാണ് ബാത്റൂമിൽ പോവേണ്ടത്. അത് കഴിഞ്ഞ് ആമന റസൂൽ പാരായണം ചെയ്യാൻ പറഞ്ഞു, ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്തിന്? വൈകുന്നേരം വരെ പൈശാചികമായ ശർറുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ഏൽക്കാതിരിക്കാൻ, പിശാചിന്റെ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസിയും ആമന റസൂലും പാരായണം ചെയ്യാൻ പറഞ്ഞു. എന്തിനാ പറഞ്ഞത്? പിശാച് നമ്മുടെ ശരീരത്തിലേക്ക് അടുക്കാതിരിക്കാൻ. നമ്മുടെ ശത്രു പിശാചാണ്. പിശാചിനെ തടഞ്ഞു നിർത്തിയാൽ നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യുമെന്നല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഓരോ 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ശേഷം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം, സൂറത്തുൽ മുഅവ്വിദതൈൻ പാരായണം ചെയ്യണം, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇതെല്ലാം പാരായണം ചെയ്യുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് അകന്നു പോകുമെന്നാണ്. ദിക്റിന്റെ മജ്ലിസിലേക്ക് പിശാച് കടന്നു വരൂല. പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം.
പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. നിങ്ങൾ ഖുർആൻ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലണമെന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്. കാരണം പിശാച് അല്ലാഹുവിൽ നിന്ന് പിശാചിൽ നിന്ന് അഭയം തേടുന്ന ആളുകളിലേക്ക് പിശാച് കടന്നു വരൂല. അതേപോലെ തന്നെ നല്ല മുഖ്ലിസീങ്ങളായ ആളുകളിലേക്ക്, ദിക്റിലൂടെ ജീവിക്കുന്ന ആളുകളിലേക്ക് പിശാച് കടന്നു വരൂല എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ നിരന്തരമായി പിശാചിനോടാണ് നമ്മൾ പോരാടേണ്ടത്. പിശാചിനെ മാറ്റി നിർത്തിയാൽ ഹറാമായ സമ്പാദ്യങ്ങൾ വരാതെ, തിന്നുന്നത് ഹറാമാവാതെ, കുടിക്കുന്നത് ഹറാമാവാതെ, ധരിക്കുന്നത് ഹറാമാവാതെ, അതേപോലെ താമസിക്കുന്നത് ഹറാമാവാതെ സൂക്ഷിക്കാനുള്ള മനക്കരുത്ത് നമ്മൾക്കുണ്ടാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, പിശാച് അല്ലാഹുവിനോട് പറഞ്ഞു, ഫബിമാ അഗ്വൈതനി, അല്ലാഹുവേ എന്നെ വഴി പിഴപ്പിച്ചത് കാരണം, എന്നെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കിയത് കാരണം, ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം, മനുഷ്യന്റെ എല്ലാ നന്മയുടെ വഴിയിലും ഞാൻ ഇരുന്ന് കാത്തിരിക്കുക തന്നെ ചെയ്യും. പള്ളിയിലേക്ക് പോകുമ്പോൾ ആ വഴിയിലും ഞാൻ കാത്തിരിക്കും, ഹജ്ജിന് പോകുമ്പോ അവിടെയും ഞാൻ ഉണ്ടാകും, വഅദിന് വരുമ്പോ അവിടെയും ഞാൻ ഉണ്ടാകും. എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ അവസരമുണ്ടായാൽ ആ വഴിയിൽ പോയി ഞാൻ അവനെ കാത്തിരിക്കുമെന്നാണ് അല്ലാഹുവിനോട് പറഞ്ഞത്. അവന്റെ മുൻഭാഗത്തിലൂടെ ഞാൻ കടന്നു വരുമെന്നാ പറഞ്ഞത്. അവന്റെ പിൻഭാഗത്തിലൂടെ ഞാൻ കടന്നു വരുമെന്നാ പറഞ്ഞത്. അവന്റെ വലതുഭാഗത്തിലൂടെ ഞാൻ കടന്നു വരും. അതേപോലെ അവന്റെ ഇടത് ഭാഗത്തിലൂടെ ഞാൻ കടന്നു വരും. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ 4 ഭാഗങ്ങളിലും പിശാച് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. അവന്റെ മുൻഭാഗത്തിലൂടെ, അവന്റെ പിൻഭാഗത്തിലൂടെ, അവന്റെ വലതുഭാഗത്തിലൂടെ, അവന്റെ ഇടത് ഭാഗത്തിലൂടെ. അല്ലാഹുവേ ദുനിയാവിലെ അടിമകളിൽ ബഹുഭൂരിഭാഗം ആളുകളെയും നിനക്ക് ശുക്ർ ചെയ്യാൻ ഞാൻ അനുവദിക്കൂല. എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ ആരാണോ കാരണക്കാരായത് അവരെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടേ അടങ്ങുകയുള്ളൂ എന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആ പിശാചിൽ നിന്നകലാനാണ് വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കയറാൻ അല്ലാഹു പറഞ്ഞത്. വീട്ടിലേക്ക് കയറുമ്പോൾ ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കയറിയാൽ പിശാച് പറയുമത്രേ, അലാ നിങ്ങൾ അറിയണേ, ലാ മബീത ലക്കും, ഇന്ന് നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ കിടപ്പാടമില്ല. ബിസ്മി ചൊല്ലിക്കൊണ്ടൊരാൾ വീട്ടിലേക്ക് കയറിയാൽ അന്ന് ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല എന്നാണ് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മി ചൊല്ലിക്കൊണ്ടൊരാൾ ഭക്ഷണം കഴിക്കാൻ നിന്നാൽ അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ പിശാച് ഉണ്ടാവൂല. ലാ അശാ ലക്കും, ഇന്ന് നിങ്ങൾക്ക് ഭക്ഷണവുമില്ല എന്ന് പിശാച് തന്റെ കൂട്ടാളികളോട് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് വളരെ പ്രധാനമായി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സർവ്വ ദിക്റുകളും ഓരോ മേഖലകളിലും നിരന്തരമായി ആവർത്തിച്ച് ഒന്നുപോലും ഒഴിവാക്കാതെ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ കഴിഞ്ഞാൽ പിശാചിന്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമത്തെ ശത്രു പിശാചാണ്. രണ്ടാമത്തെ ശത്രു നമ്മുടെ ശരീരം തന്നെയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഇന്നൻ നഫ്സ ലഅമ്മാറതും ബിസ്സൂ. ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്ന ശരീരമാണ്, തിന്മകളോട് പ്രവണതയുള്ള ശരീരമാണത്. എല്ലാവരുടെ ശരീരം അങ്ങനെയാണ്. എല്ലാവരുടെയും മനസ്സ്, ശരീരം തിന്മയോടായിരിക്കും താല്പര്യം ഉണ്ടാവുക, തെറ്റ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവുക. പിന്നെ കഴിയുന്ന ആളുകളൊക്കെ, ചില ആളുകളൊക്കെ അത് നിയന്ത്രിക്കും. വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. ചില ആളുകൾ അതിനെ നിയന്ത്രിക്കും, ചില ആളുകൾ അത് പ്രാക്ടിക്കലാക്കും. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. നിങ്ങളുടെ ചെവിയിലൂടെ നിങ്ങൾ കേട്ടത്, കണ്ണിലൂടെ നിങ്ങൾ കണ്ടത്, എന്തിനേറെ
നിങ്ങളുടെ ഹൃദയത്തിലൂടെ ചിന്തിച്ചതുവരെ അല്ലാഹു നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ ഹൃദയത്തിലൂടെ കടന്നു വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്? ആർക്കാണ് ഹൃദയത്തിലെ ചിന്തകൾ നിയന്ത്രിക്കാൻ കഴിയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇന്ന ഫിൽ ജസദി ലമുദ്ഗ. നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ശരീരത്തിൽ അല്ലാഹു തആല പളുങ്കുപാത്രം പോലെ സൂക്ഷിക്കുന്ന ഒരു അവയവമുണ്ട്. സ്ഫടികം പോലെ സൂക്ഷിച്ച ഒരു അവയവമുണ്ട്. ആ അവയവത്തിന് പോറലേറ്റാൽ നിങ്ങളുടെ ശരീരം മുഴുവനും നശിച്ചു പോകും. ഇദാ സ്വലുഹത്, അത് നന്നായാൽ നിങ്ങൾ നന്നായി. ഹൃദയം നന്നായാൽ നിങ്ങൾ നന്നായി. ഹൃദയം മോശമായാൽ നിങ്ങൾ മോശമായി. അപ്പൊ ഹൃദയം നന്നാവാൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതേപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ, പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നത് നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്നാണ്. നന്നായി പരിശുദ്ധമായ ഖുർആൻ ഓതണമെന്നാണ്. രാത്രിയായാൽ വൈകി ഉറങ്ങിയാലും നേരത്തെ ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണ്. വൈകി ഉറങ്ങിയാലും നേരത്തെ ഉറങ്ങിയാലും തഹജ്ജുദ് നിസ്കരിക്കണം. ഒരു ദിവസം പോലും നമ്മുടെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. ഒരു ദിവസം പോലും നമ്മുടെ സുബഹി നിസ്കാരം നഷ്ടപ്പെട്ടു പോവരുത്. കഴിവിന്റെ പരമാവധി പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. ഓരോ നാട്ടുകാരും, പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്ന ഓരോ വീട്ടുകാരും നിർബന്ധമായും പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുക തന്നെ വേണം. ആരാണോ സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ സുബഹി നിസ്കാരം ആർക്കാണോ ഖളായി പോകുന്നത്, മുനാഫിഖീങ്ങളാണവർ. സുബഹി നിസ്കരിക്കാൻ മടി കാണിക്കുന്നവർ മുനാഫിഖീങ്ങളാണ്. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ മുനാഫിഖീങ്ങളാണ്. സുബഹി നിരന്തരമായി പള്ളിയിൽ പോയി ഒന്നാമത്തെ ജമാഅത്തിൽ തന്നെ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നവർ, അവരുടെയും അവരുടെ സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമായിരിക്കും. മുഅ്മിനീങ്ങളെ, അവർ മരിച്ചാൽ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കായിരിക്കും. അതുകൊണ്ട് സുബഹി നിസ്കാരം പള്ളിയിൽ പോയി ജമാഅത്തായി പങ്കെടുക്കാൻ തന്നെ ശ്രമിക്കണം. ആരെങ്കിലും ഒരാൾ, ആണായാലും ശരി പെണ്ണായാലും ശരി, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മുനാഫിഖീങ്ങളാണ്. മുനാഫിഖീങ്ങളുടെ കേന്ദ്രം അല്ലാഹു പറഞ്ഞത് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമ്മെ സലാമത്താക്കട്ടെ. അതുകൊണ്ട് കിടന്നുറങ്ങുന്ന ശീലം നമ്മൾ ഒഴിവാക്കണം. കിടന്നുറങ്ങുന്ന ശീലം ഒഴിവാക്കണം. എത്ര വൈകി ഉറങ്ങിയാലും, ഇനി വാല കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ 12 മണിയായാലും, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മൊബൈൽ ഫോണുകൾ കൊണ്ട് അലാം വെച്ചുകൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ സുബഹി ബാങ്കിന്റെ ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും എണീക്കാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ ഹൃദയത്തെ തിന്മയിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട്. ആ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്നാ പറഞ്ഞത്. ദുആ നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകളെയും അല്ലാഹു തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കുമെന്നാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുമെന്നാണ്. നാലാമതായി പറഞ്ഞത് സ്വാലിഹീങ്ങളായ ആളുകളുടെ, ഉലമാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം. അവരുടെ കൂടെ സമയം ചെലവഴിക്കണം. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. അഞ്ചാമതായി പറഞ്ഞത് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്ന ശീലം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആല പളുങ്കുപാത്രം പോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഈ ഹൃദയത്തെ സൂക്ഷിക്കാനുള്ള വഴികളാണ്. അപ്പൊ 2 ശത്രുക്കളാണ് നമ്മൾക്കുള്ളത്. ഒന്ന് പിശാചാണ്, രണ്ടാമത്തേത് നമ്മുടെ സ്വന്തം ശരീരമാണ്. ഇന്നൻ നഫ്സ, ഓരോ ശരീരവും ലഅമ്മാറതും ബിസ്സൂ, തിന്മയോട് താല്പര്യം പ്രകടിപ്പിക്കുന്ന ശരീരമാണ്. ആരൊഴികെ? ഇല്ലാ മാ റഹിമ റബ്ബി, അല്ലാഹുവിന്റെ കാരുണ്യം ലഭിച്ച ആളുകൾ ഒഴികെ. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യം ലഭിക്കാതെ ഒരാൾക്കും നന്നാവാൻ കഴിയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ
കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ തെറ്റുകളിൽ നിന്ന് അകലം പാലിക്കാൻ, തെറ്റു ചെയ്യാതെ ജീവിക്കാൻ, തെറ്റിനോട് വെറുപ്പ് തോന്നാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തെറ്റു ചെയ്യാതെ ജീവിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യാ. 5 നേരത്തെ നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അകലം പോലെ ഒരിക്കലും രണ്ടുപേരും കണ്ടുമുട്ടാനില്ല. കിഴക്കും പടിഞ്ഞാറും രണ്ടുപേരും ഒരിക്കലും കണ്ടുമുട്ടാനില്ല. കിഴക്കും പടിഞ്ഞാറും കൂടിയോജിക്കാനില്ല. അതേപോലെ ഞാനും തെറ്റും ഒരിക്കലും സമരസപ്പെട്ടു പോകുന്നൊരവസരം ഉണ്ടാവരുത്. എന്റെ ഭാഗത്ത് തെറ്റൊരിക്കലും സംഭവിക്കരുത്. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. ഇത് ആരാണ് ദുആ ചെയ്തതെന്നറിയോ? ജീവിതത്തിൽ ഒരു തെറ്റുപോലും സംഭവിക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തെറ്റും വരൂല എന്ന് അല്ലാഹു ഉറപ്പ് കൊടുത്ത പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങൾ നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. ഓരോ നിസ്കാരത്തിലും ഈ പ്രാർത്ഥന നബി തങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റുകാരായ, തോന്നിവാസികളായ, തമ്മാടികളായ നിരന്തരമായി ആയിരക്കണക്കിന് തെറ്റുകൾ തീരെ ശ്രദ്ധയില്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അല്ലാഹുവിനോട് എത്ര ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ പ്രാർത്ഥന പഠിക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലാഹുവേ തെറ്റിൽ നിന്ന് അകലം നിൽക്കാൻ, തെറ്റ് ചെയ്യാതെ ജീവിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. എന്റെയും തെറ്റിന്റെയും ഇടയിൽ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ഇടയിലുള്ള അകൽച്ച പോലെ അല്ലാഹുവേ നീ ഒരു അകൽച്ച നൽകണേ എന്ന് നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ദുആ ചെയ്യാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റഹ്മത്തില്ലാതെ, അല്ലാഹുവിന്റെ കാരുണ്യമില്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ പിശാചിന്റെ വളരെ പ്രധാനപ്പെട്ട പണി എന്താ? പിശാച് ചെയ്യുന്നത് എന്താ? ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ചെന്നെത്തിക്കണം, നരകത്തിലേക്ക് കൊണ്ടെത്തിക്കണം എന്ന് പിശാച് തീരുമാനിച്ച പിശാച് എന്താ ചെയ്യാ? ഇവിടല്ലേ എന്താ ചെയ്യാ? എന്താണ് മിണ്ടാത്തത്? സമ്പാദിക്കുന്നത് ഹറാമാക്കും. ഹറാമായ മേഖലകളിൽ സമ്പാദിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. നമ്മൾ തിന്നുന്നത് ഹറാമാവും. ഹലാല് തിന്നാൻ വിടൂല, ഹറാമ് തീറ്റിപ്പിക്കും. നമ്മുടെ വരുമാനം ഹറാമാവും. ഓൺലൈൻ തട്ടിപ്പ്, ഓഫ്ലൈൻ തട്ടിപ്പ്, ഗൾഫിൽ നിന്ന് അറബികളുടെ ട്രൗസർ കൂരിട്ട് വരിക. കണ്ടില്ലേ? തൃശ്ശൂർ ഭാഗത്തുള്ള ഒരു സഹോദരൻ അറബിയുടെ കോടിക്കണക്കിന് രൂപ അറബിയിൽ നിന്ന് വാങ്ങിച്ച് പാസ്പോർട്ട് മാറ്റി നാട്ടിലേക്ക് മുങ്ങി. അയാൾ ഇന്ന് വഴിയാധാരാണ്. അയാൾക്ക് വീടില്ല, ഉള്ള ജോലി നഷ്ടപ്പെട്ടു. അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാ നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഓൺലൈൻ ബിസിനസ്സുകൾ, ഓൺലൈൻ മാർക്കറ്റിംഗ്. ബിറ്റ്കോയിനുമായി ബന്ധപ്പെട്ടൊരു തട്ടിപ്പിന്റെ പേരിൽ എടുത്തൊരു കൊലപാതകം വരെ മലപ്പുറം ജില്ലയിൽ നടന്നിട്ടുണ്ട്. അതേപോലെ പല രീതിയിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ. 1 ലക്ഷം രൂപ തന്നാൽ മാസത്തിൽ 3000 തരാം, 2 ലക്ഷം തന്നാൽ മാസത്തിൽ 6000 തരാം, 5 ലക്ഷം തന്നാൽ മാസത്തിൽ 15000 തരാം എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചാടി വീണവർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും. 1 തവണ പെട്ടാലും പഠിക്കൂല, 2 തവണ പെട്ടാലും പഠിക്കൂല, എത്ര തവണ പെട്ടാലും പഠിക്കൂല എന്ന് പറഞ്ഞാൽ പിന്നെന്താ ചെയ്യാ? ആദ്യം കൊടുത്തു, അതിൽ 5 ലക്ഷം പോയി. പിന്നെ രണ്ടാമതൊരാൾ ഇതേ ഒരു ആശയവുമായി രണ്ടാമതൊരാൾ കുതിച്ചു വന്നു. അയാളും കൊടുക്കുന്നത് ഇതേ ഓഫറാണ്. 10 ലക്ഷം തന്നാ ഇത്ര മാസത്തിൽ തരാം. അവിടെയും പോയിട്ടു 5 ലക്ഷം. അയാളും 5 മാസമാകുമ്പോ മുങ്ങി. പിന്നീട് മൂന്നാമതൊരാൾ വരുന്നത്, അയാളെ കയ്യിലും കൊടുത്തു. എത്ര പഠിച്ചാലും എത്ര അനുഭവിച്ചാലും പഠിക്കൂല എന്ന് പറഞ്ഞാ പിന്നെന്താ പറയാ? ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ അങ്ങനെ വീഴാൻ പറ്റൂല. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരേ കെണിയിൽ 2 തവണ അകപ്പെടൂല എന്നാണ്. ഒരേ ചതിയിൽ 2 തവണ അകപ്പെടൂല എന്നാണ്. ഒരു ചതിയിൽ 1 തവണ പെട്ടാൽ രണ്ടാമതൊരു തവണ ഒരു സത്യവിശ്വാസി പെടൂല എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. ഇനി ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ വിശ്വാസിയല്ല എന്നാണ് അർത്ഥം.
ഒരു തവണയല്ല, 2 തവണ 3 തവണയൊക്കെ ആരെങ്കിലും ഒരാൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അയാൾ വിശ്വാസിയല്ല, അയാളുടെ വിശ്വാസത്തെ അയാൾ പരിശോധിക്കണം. ഏതായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മുടെ സമ്പാദ്യങ്ങൾ സൂക്ഷ്മതയോടുകൂടെ വേണം ഉണ്ടാക്കാൻ. അല്ലാഹു നാളെ ചോദിക്കുന്നത് എവിടെ നിന്ന് സമ്പാദിച്ചു, എവിടെ ചെലവഴിച്ചു എന്നാണ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഹലാലാണോ സമ്പാദിച്ചത്, ഹലാലാണോ നിങ്ങൾ ചെലവഴിച്ചത്? അപ്പൊ ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ നമ്മൾ തയ്യാറായാൽ എല്ലാം റാഹത്തായി. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. യാ ബുനയ്യ ഇസ്തഇൻ ബിൽ കസ്ബിൽ ഹലാൽ. മോനെ, എപ്പോഴും ഹലാല് മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ. ഇസ്തഇൻ ബിൽ കസ്ബിൽ ഹലാലി അനിൽ ഫഖ്രി. ദാരിദ്ര്യം വരാതിരിക്കാൻ, പട്ടിണി വരാതിരിക്കാൻ, പാപ്പരായി മാറാതിരിക്കാൻ നന്നായി ഹലാലായി സമ്പാദിക്കണമെന്ന് മകനോട് ഉപദേശിച്ചു കൊടുക്കുകയാണ് ഒരു പിതാവ് മക്കളോട് പറയണം നന്നായി സമ്പാദിക്കാൻ, നന്നായി ബിസിനസ്സുകൾ ചെയ്യാൻ. എത്രയെത്ര ബിസിനസ്സുകളുണ്ട് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. നമ്മുടെ മക്കളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അധ്വാനിക്കാൻ നമ്മൾ പഠിപ്പിക്കണം. പെൺമക്കളായാലും ആൺമക്കളായാലും സമ്പാദിക്കാൻ നമ്മൾ അവരെ പഠിപ്പിക്കണം, ഹലാലായ രീതിയിൽ സമ്പാദിക്കാൻ. ആൺമക്കളായാൽ +2 കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന്, ഏതെങ്കിലും ടെക്സ്റ്റൈൽസുകളിൽ നിന്ന്, ഏതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് അവരുടെ സ്കൂളിന്റെ ഫീ കെട്ടാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. അതല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു, എന്റെ മകൻ കഷ്ടപ്പെടാൻ പാടില്ല എന്ന ചിന്തയുണ്ടാവരുത്. കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത്. മക്കള് വളരണം കഷ്ടപ്പെട്ടിട്ട്. വെയിൽ കൊണ്ട് വളരണം, മഴ കൊണ്ട് വളരണം. നമ്മുടെ മക്കൾക്ക് അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. മീൻ വാങ്ങാൻ പറഞ്ഞാൽ നല്ല ഒന്നാന്തരം മീൻ വാങ്ങിച്ചു വരാൻ അവർക്കറിയണം. ഏത് മക്കൾക്ക് അതറിയാം? ഇലക്ട്രിസിറ്റി ബില്ല്, കറന്റ് ബില്ല് അടക്കാൻ പറഞ്ഞാൽ അത് പോയി അടച്ചു വരാൻ അവരറിയണം. ഫോൺ ബില്ല് അടക്കാൻ പറഞ്ഞാൽ അത് അവർക്കറിയണം. ഏതെങ്കിലും ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ അത് ഫില്ല് ചെയ്യാൻ അവർക്കറിയണം. ഏത് മക്കൾക്ക് അറിയാം? ഇന്ന് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് മക്കൾക്കാണ് ഫോം ഫില്ല് ചെയ്യാൻ അറിയുന്നത്? ഏത് ഫോമുമായിക്കോട്ടെ, മലയാളത്തിലായിക്കോട്ടെ, ഇംഗ്ലീഷിലായിക്കോട്ടെ, അതിനൊക്കെ നമ്മൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ പോയി കാണുകയാണ്. 50ഉം 100ഉം കൊടുത്തിട്ട് ഫോം ഫില്ല് ചെയ്യാൻ നമ്മൾ ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ്. എന്താണ് ഇതിനുള്ളത്? നിങ്ങളുടെ പേര്, വീട്ടുപേര്, വീട്ടു നമ്പർ, കുടുംബക്കാരെ, അങ്ങനെ ഓരോ ഡീറ്റെയിൽസുകൾ നൽകാൻ പോലും നമ്മുടെ മക്കൾക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ? എന്തിനാണ്? അതേപോലെ തന്നെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ എല്ലാ മേഖലകളിലും നന്നായി പരിശീലിപ്പിച്ചിട്ടാണ് നമ്മൾ വളർത്തേണ്ടത്. നമ്മുടെ മക്കൾ നടക്കാൻ പാടില്ല. സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് പോകണം, വീടിന്റെ വരാന്തയിൽ നിന്ന് ബസ്സിൽ കയറണം, എന്നിട്ട് സ്കൂളിന്റെ വരാന്തയിൽ പോയി ഇറങ്ങണമെന്ന ചിന്ത നമ്മൾക്ക് വേണ്ട. അവര് നടക്കട്ടെ, അവര് പ്രകൃതിയെ ആസ്വദിക്കട്ടെ. പ്രകൃതിയിൽ നമ്മളൊക്കെ പഴയ കാലങ്ങളിൽ നടന്നു പോയതുപോലെ ഒരൽപ്പമെങ്കിലും നടക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, കളിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം, ശരീരം ഒന്നനങ്ങാൻ അവരെ പ്രോത്സാഹിപ്പിക്കണം. കൂട്ടിലിടുന്ന തത്തമ്മയെ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കോഴികളെ പോലെ നമ്മുടെ മക്കളെ വീടിന്റെ 4 ചുമരുകൾക്കകത്തളങ്ങളിൽ നമ്മൾ വളർത്തരുത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനേക്കാളും കഷ്ടപ്പെട്ടിട്ട് മക്കൾ വളർന്നാൽ മാത്രമേ മാതാപിതാക്കളോടുള്ള കടപ്പാട് എന്താണ് എന്ന് മക്കൾ മനസ്സിലാക്കുള്ളൂ. അവർക്ക് ധാർമ്മികമായ ബോധമുണ്ടാവുള്ളൂ. അവർക്ക് സമ്പത്ത് അധ്വാനിച്ചുണ്ടാക്കിയാലേ അവർക്ക് സമ്പത്തിനോടൊരു വിലയുണ്ടാവുള്ളൂ. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ +2 കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായി ഏൺ ചെയ്യണമെന്നാണ്, സ്വന്തമായി മക്കൾ സമ്പാദിക്കണമെന്നാണ്. ആണായാലും പെണ്ണായാലും +2 കഴിഞ്ഞാൽ പിന്നെ പാരന്റ്സ് അല്ല, രക്ഷിതാക്കളല്ല അവരെ പഠിപ്പിക്കുന്നത്. അവര് സ്വന്തമായി ഒരു ജോലി തേടണം, എന്നിട്ട് ആ ജോലി ചെയ്ത് അവരുടെ ഫീകൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം സ്വന്തമായി ചെയ്യണമെന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിലോ 22 വയസ്സായാലും ജോലിയില്ല. പഠനം കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, PG കഴിഞ്ഞു, പല കോഴ്സുകളും ചെയ്തിട്ട് വീട്ടിലിരിക്കുകയാണ് ജോലിയില്ലാതെ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കളിക്കാൻ പോകുന്നു, ടർഫുകളിലേക്ക് പോകുന്നു. അല്ലാതെ ജോലി തേടാനോ ഉള്ള നമ്മുടെ കപ്പാസിറ്റി വെച്ചുകൊണ്ട്, നമ്മുടെ കഴിവ് വെച്ചുകൊണ്ട് എന്തെങ്കിലും സമ്പാദിക്കാനോ അവർക്കറിയില്ല. പഠിച്ച മേഖലയിൽ പോലും പ്രവർത്തിക്കാൻ അറിയാതെ വെറും ഇംഗ്ലീഷ് കോഴികളെ പോലെ നമ്മുടെ മക്കളെ ആക്കി മാറ്റരുത്. ഏത് മേഖലകളിൽ എന്ത് ജോലി ചെയ്യാനും അവർ തയ്യാറാവണം. പാചകം ചെയ്യണമെന്ന്
ചെയ്യണമെന്ന് തോന്നിയാൽ അതിനിറങ്ങണം. അതേപോലെ കറന്റ് പോലെയുള്ള വിഷയങ്ങളിൽ ഇടപെടാൻ തോന്നിയാൽ അതും ചെയ്യണം. എല്ലാ മേഖലകളിലും പ്രാപ്തരായ മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണം. അതേപോലെ നമ്മുടെ സ്ത്രീകളെയും പെൺകുട്ടികളെയും അങ്ങനെ തടിയനങ്ങാതെ, ശരീരമനങ്ങാതെ, വിയർക്കാതെ വീടിന്റെ 4 ചുവരുകൾക്കകത്തളങ്ങളിൽ അവരെ വളർത്തുന്നതിന് പകരം പ്രാക്ടിക്കലായി അവർക്ക് എല്ലാ പരിശീലനവും കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ പെൺമക്കളെയും വളർത്തണം. നമ്മൾ ഓൺലൈനിലൂടെ പല രീതിയിൽ സമ്പാദിക്കാനുള്ള വഴികൾ നമ്മൾക്കുണ്ട്. വീട്ടിൽ നിന്ന് സമ്പാദിക്കാൻ ഹലാലായ സമ്പാദ്യങ്ങളുണ്ട്, സമ്പാദന മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളെല്ലാം ആലോചിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വളരാം. അതേപോലെ തന്നെ പല രീതിയിൽ നമ്മുടെ ബേക്കറികളിലേക്ക് കേക്കുകൾ നിർമ്മിച്ചുകൊണ്ട്, അതേപോലെ തന്നെ മറ്റുള്ള കൊത്തുപണികൾ, അതേപോലെ ആർട്സ് ഗാലറി, ഇങ്ങനെ പല മേഖലകളിൽ സമ്പാദിക്കാനുള്ള വഴികൾ നമ്മുടെ പെൺമക്കൾക്കുണ്ട്. അങ്ങനെ എല്ലാവരും, ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഏൺ ചെയ്യുമ്പോൾ, സമ്പാദിക്കുമ്പോൾ ജീവിതത്തിന്റെ വലിയൊരു പ്രാരാബ്ദം കുറഞ്ഞു വരികയാണ്, സ്ട്രെസ് കുറഞ്ഞു വരികയാണ്. അതല്ലാതെ ഒരു പുരുഷൻ മാത്രം അധ്വാനിക്കുന്നു, 22 വയസ്സായ മകൻ ഇവിടെ കളിച്ചു നടക്കുകയാണ്, അവൻ അധ്വാനിക്കുന്നില്ല, അവൻ ജോലി ചെയ്യുന്നില്ല, സമ്പാദിക്കുന്നില്ല. അതല്ല പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ റസൂൽ, പരിശുദ്ധരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത്. യാ ബുനയ്യ, പൊന്നുമോനെ, ഇസ്തഈൻ ബിൽ കസ്ബിൽ ഹലാൽ, ഹലാലായ സമ്പാദ്യങ്ങൾ ഒരുപാട് ഉണ്ടാക്കണം. എന്തിനെ? അനിൽ ഫഖ്രി, ദാരിദ്ര്യം വരാതിരിക്കാൻ, പട്ടിണിയാവാതിരിക്കാൻ, പാപ്പരായി മാറാതിരിക്കാൻ. കാരണം ഫഇന്നഹു മഫ്തഖറ അഹദുൻ, ആരെങ്കിലും ഒരാൾ ദരിദ്രരായി മാറിയാൽ, പട്ടിണിയായി മാറിയാൽ, പാപ്പരനായി മാറിയാൽ, ഇല്ലാ അസ്വാബഹു സലാസു ഖിസാൽ, 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും. ദരിദ്രരായി മാറിയാൽ 3 കാര്യങ്ങൾ അവരിൽ ഉണ്ടാകും, 3 ന്യൂനതകൾ അവരിൽ ഉണ്ടാകും. ഒരു മനുഷ്യൻ ദരിദ്രരായി മാറിയാൽ 3 പ്രയാസങ്ങൾ അയാളിൽ ഉണ്ടാകും. ഒന്നാമത്തേത് റിഖ്ഖത്തുൻ ഫീ ദീനിഹി, അയാൾക്ക് നന്നായി അല്ലാഹുവിനെ ആരാധിക്കാൻ കഴിയില്ല. ഒരു ഫഖീറായ മനുഷ്യനെ, ഒരു ദരിദ്രനായ മനുഷ്യനെ അല്ലാഹുവിനെ ആത്മാർത്ഥമായി ആരാധിക്കാൻ കഴിയില്ല. യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പഠിപ്പിച്ചിട്ടുണ്ട്, കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, ദാരിദ്ര്യം ഒരുപക്ഷേ കുഫ്റിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം കാരണം ആളുകൾ കാഫിറായി പോകാൻ സാധ്യതയുണ്ട്. പട്ടിണി കാരണം ആളുകൾക്ക് അവരുടെ ഈമാനും തൗഹീദും നഷ്ടപ്പെടാൻ കാരണം സാധ്യതയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പട്ടിണി കിടന്നാൽ ഒരാൾ ദരിദ്രനായി മാറുന്നത്? നമ്മൾ എത്രയോ കേട്ടതാണ് അല്ലെ, എത്രയോ നമ്മൾ കേട്ടതാണ്. 1 ലക്ഷം തന്നു, 2 ലക്ഷം കൊടുത്തിട്ട് ഘർവാപസി എന്ന് പറഞ്ഞ് ഇസ്ലാമിൽ നിന്ന് മുസ്ലിമീങ്ങളായ ആളുകളെ മതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സംഭവങ്ങൾ എത്രയോ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. എന്തുകൊണ്ടാണ് അവർ മതം വിട്ടു പോകാൻ കാരണം? ഒരു നേരത്തെ അപ്പക്കഷ്ണം ആരെങ്കിലും നൽകുമ്പോൾ, തിന്നാനുള്ള സാമ്പത്തികമായ സഹായം ആരെങ്കിലും നൽകുമ്പോൾ, അവരുടെ കൂടെ മതം വിട്ടേച്ച് പോകാൻ വരെ തയ്യാറായ ആളുകൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട്. അല്ലേ? ഇല്ല, ഘർവാപസി നമ്മൾ കേട്ടതല്ലേ, കേട്ടിട്ടില്ലേ? ഘർവാപസി 1 ലക്ഷം കൊടുത്താൽ ഇസ്ലാമിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറാണ്, മറ്റു മതങ്ങളിലേക്ക് പോകാൻ തയ്യാറാണ്. എന്തുകൊണ്ട്? പട്ടിണി കാരണം, ജീവിക്കാൻ വകയില്ലാതെ കഷ്ടപ്പാട് കാരണം. ആരെങ്കിലും വല്ലതും തന്നാൽ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാൻ മടിയില്ലാത്തവർ. കാദൽ ഫഖ്റു അയ്യകൂന കുഫ്റാ, നിങ്ങൾ പട്ടിണി കിടന്നാൽ ഒരു പക്ഷേ കുഫ്റിലേക്ക് വരെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം അതിന്റെ ആഴത്തിലെത്തിയാൽ ഒരു പക്ഷേ കാഫിറായി പോകാൻ വരെ സാധ്യതയുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞു. അത് തന്നെയാണ് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്നത്, റിഖ്ഖത്തുൻ ഫീ ദീനിഹി, നിങ്ങളുടെ ദീനിൽ ആത്മാർത്ഥമായി നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ, മക്കളുടെ വിവാഹത്തെക്കുറിച്ച് ടെൻഷൻ. വിവാഹം കഴിക്കാൻ പ്രായമെത്തിയ 22 വയസ്സായ 25 വയസ്സായ മക്കൾ വീട്ടിലുണ്ട്. സാമ്പത്തികമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോ പള്ളിയിൽ പോയി 5 നേരം നിസ്കരിക്കാൻ കഴിയില്ല. വീടാന്തരം കയറി, പള്ളിയാന്തരം കയറി, വല്ലതും തരണേ, സഹായിക്കണേ, പെൺമക്കളുടെ കല്യാണമുണ്ട് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവൂല, ഇബാദത്തുകളിൽ കോൺസെൻട്രേഷൻ ഉണ്ടാവൂല. അങ്ങനെ യാചനയുടെ ആളുകളായി മാറും, യാചനയുടെ ആളുകളായി മാറും. ഇന്ന് നിങ്ങൾ കണ്ടോ എന്നറിയില്ല,
പത്രത്തിൽ ഇന്ന് വന്നൊരു വാർത്തയാണ്. ഒരു യാചകൻ ഇന്ന് മരിച്ചു. ഒരു യാചകൻ ട്രെയിൻ തട്ടി മരിക്കുകയുണ്ടായി. ആ യാചകന്റെ പ്രത്യേകത എന്താണ്? ആ യാചകന്റെ കയ്യിലുള്ള ക്യാഷ് എത്രയാണെന്നറിയുമോ? ഇന്ന് മുംബൈയിലാണ് ട്രെയിൻ തട്ടി ഒരു യാചകൻ മരിച്ചപ്പോൾ യാചകന്റെ അക്കൗണ്ടിലുള്ളത് 1.75 ലക്ഷം രൂപയാണ്. പിന്നെന്തിനാണ് അയാൾ യാചനക്കിറങ്ങിയത്? 1,75,000 രൂപ അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട് എന്നാണ്. നമ്മുടെ അക്കൗണ്ടിലുണ്ടോ 1 ലക്ഷത്തിൽ കൂടുതൽ? നമ്മുടെ അക്കൗണ്ടിലുണ്ടോ 1 ലക്ഷത്തിൽ കൂടുതൽ? ഇവിടെ യാചനക്കിറങ്ങുന്ന ആളുകൾ വാങ്ങിച്ചു ദിവസവും കിട്ടുന്നത് നേരെ കൊണ്ടുപോയി ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. 1 ലക്ഷമല്ല, 10 ലക്ഷമായാലും അവർ യാചന നിർത്തുന്നില്ല. നിരന്തരമായി യാചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുമാത്രമല്ല 8,77 ലക്ഷം രൂപയാണ് ഇയാളുടെ ഡിപ്പോസിറ്റ് മണിയായി ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത്. 8,75,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ഡെപ്പോസിറ്റായി ഉണ്ടായിരുന്നത്. അതേപോലെ നാണയങ്ങളായി 96,000 രൂപ, നാണയങ്ങളായി 96,000 രൂപ, ഏകദേശം 10 ലക്ഷം രൂപയാണ് ഒരു യാചകന്റെ കയ്യിലുള്ള ക്യാഷ്. എന്നിട്ടും അയാൾ യാചനക്കിറങ്ങുകയാണ്. ട്രെയിൻ തട്ടി മരിച്ചപ്പോൾ അയാളുടെ കയ്യിലുള്ള ക്യാഷിന്റെ വർത്തമാനം വിവരമാണ് ഇന്നത്തെ പത്രത്തിൽ വന്നത്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഇന്നത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യാചനക്കിറങ്ങുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വരെ, അവരുടെ മരണം വരെ ഈ യാചന നിർത്തൂല. അവർക്ക് എത്ര കിട്ടിയാലും തികയൂല. അവർ തിന്നുന്നത് തീയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അതുകൊണ്ട് യാചനയ്ക്കിറങ്ങരുത്. യാചനയെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഏത് പള്ളികളിൽ പോയാലും 4ഉം 5ഉം ആളുകളാണ് ഓടി വരുന്നത്. സാധേ എന്റെ പെൺമക്കളുടെ കല്യാണമാണ്, നിങ്ങളൊന്ന് പള്ളിയിൽ പറയണം. എനിക്ക് അസുഖമാണ്, പള്ളിയിൽ പറയണം. എനിക്ക് രോഗമാണ്, പള്ളിയിൽ പറയണം. എന്റെ വീടിന്റെ പണി പകുതിയിലാണ്, ഒന്ന് പള്ളിയിൽ പറയണം. 4ഉം 5ഉം ആളുകളില്ലാത്ത ഒരു ജുമുഅ പോലും കഴിയാറില്ല. ഒരു ജുമുഅ പോലും, ഒരു വെള്ളിയാഴ്ച പോലും കഴിഞ്ഞു പോവാറില്ല. എന്തേ ഇവർക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? നമ്മളാണ് ഉത്തരവാദി എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഉത്തരവാദി നമ്മളാണ്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറാവരുത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ യാചനയ്ക്ക് പോകുന്നത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. അവരുടെ പ്രയാസങ്ങൾ കുടുംബക്കാരെല്ലാം കൂടി തീർത്തു കൊടുക്കണം. ഈ കരുവാങ്കല്ല് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നിന്ന് യാചനയുമായി ഒരാളും മറ്റൊരു നാട്ടിലേക്ക് പോകാൻ പാടില്ല. നമ്മുടെ നാട്ടുകാരവരുടെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കണം. അങ്ങനെ ഓരോ കുടുംബവും, ഓരോ മഹല്ലും, ഓരോ നാട്ടുകാരും നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാചനയ്ക്ക് പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ചിട്ട് ഓരോ ആളുകളുടെ പ്രശ്നങ്ങൾ മാറ്റിക്കൊടുത്താൽ യാചന എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ ഇല്ലാതെയാവും. പിന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ പറയട്ടെ. നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും പരിപൂർണമായ ഒരു ചാരിറ്റിയായി മാറുന്നില്ല. എന്ത് ചാരിറ്റിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഏതെങ്കിലും ഒരു റമദാൻ വരുമ്പോഴോ, ഏതെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴോ നമ്മൾ അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീട് നിർമ്മിച്ചു കൊടുക്കും. അയാളുടെ രോഗത്തിന്റെ ശമനത്തിന് വേണ്ടിയുള്ള ക്യാഷ് നമ്മൾ സ്വരൂപിച്ചു കൊടുക്കും. അതേപോലെ റമദാനായാൽ ഒരു ചാക്ക് അരി കൊടുക്കും. പക്ഷെ എന്ത് പ്രയോജനമാണ് അതുകൊണ്ടുണ്ടാവുന്നത്? ഈ വർഷം 100 ആളുകൾക്ക് പെരുന്നാൾ കിറ്റ് കൊടുത്താൽ അടുത്ത വർഷം 150 ആളുകൾക്കല്ലേ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കുന്നത്? അതിന്റെ തൊട്ടടുത്ത വർഷം 200 ആളുകൾക്ക്. അഥവാ നമ്മൾ പെരുന്നാൾ കിറ്റ് കൊടുക്കും തോറും നാട്ടിൽ ദരിദ്രർ വർദ്ധിക്കുന്നു എന്നല്ലേ അർത്ഥം? ഈ വർഷം 50 ആളുകൾക്ക് വീട് വെച്ചു കൊടുത്താൽ അടുത്ത വർഷം 75 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്നു. അതിന്റെ അർത്ഥം 25 ആളുകൾ കൊണ്ടും പാപ്പരായി, ദരിദ്രരായി എന്നല്ലേ? അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു വിഷയം, അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാൻ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഏതെങ്കിലും ടെക്സ്റ്റൈൽസിൽ പോയി ജോലി ചെയ്യാൻ, ഏതെങ്കിലും ഹോട്ടലിൽ പോയി ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓട്ടോറിക്ഷ, അവർക്ക് സ്ഥായിയായി വരുമാനമുണ്ടാക്കാനുള്ള മാർഗം നമ്മൾ ഇങ്ങനെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്താത്ത കാലത്തോളം ദരിദ്രർ ഇവിടെ വർദ്ധിച്ചു വരുമെന്നല്ലാതെ നമ്മുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടൊരു ഉപകാരവും ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കണം. സ്ഥായിയായി വരുമാനമുണ്ടാക്കാനുള്ള സംവിധാനങ്ങളാണ് ആലോചിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ദരിദ്രരായാൽ നിസ്കാരത്തിലും ഇബാദത്തിലും കോൺസെൻട്രേഷൻ ലഭിക്കൂല, ശ്രദ്ധ ലഭിക്കൂല, ഖുശൂഅ് ലഭിക്കൂല. പള്ളിക്ക് പോയാൽ ടെൻഷൻ എന്തായിരിക്കും? വീടിനെ കുറിച്ച്. പള്ളിക്ക് പോയാൽ ടെൻഷൻ വിവാഹത്തെ കുറിച്ച്, മക്കളെ കുറിച്ച്, രോഗത്തെ കുറിച്ച്. അതുകൊണ്ട് അങ്ങനെ ഒരു ദാരിദ്ര്യം വരാതിരിക്കാൻ വേണ്ടി വളരെ നന്നായി ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത്? മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പറഞ്ഞു, ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. ദാരിദ്ര്യത്തിലേക്ക് നമ്മൾ വീഴുന്തോറും നമ്മുടെ ബുദ്ധി കുറഞ്ഞു വരുമെന്നാണ്. മൂന്നാമതായി പറഞ്ഞത്, നമ്മുടെ മാന്യത നഷ്ടപ്പെടുമെന്നാണ്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലകപ്പെട്ടാൽ, നാലാളുകളുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നാൽ നമ്മുടെ അന്തസ്സല്ലേ നഷ്ടപ്പെടുന്നത്? നമ്മുടെ മാന്യതയല്ലേ നഷ്ടപ്പെടുന്നത്? എന്റെ കുടുംബത്തിൽ നിന്നൊരാൾ ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി ബെഗ് ചെയ്യുന്നുണ്ട്, യാചിക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ നമ്മുടെ അന്തസ്സിനല്ലേ അത് ബാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു യാചനയിലേക്ക്, അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് അകപ്പെടാതിരിക്കാൻ നിങ്ങൾ നന്നായി കഠിനാധ്വാനം ചെയ്യണം. നന്നായി ഹലാലായ രീതിയിൽ ബിസിനസ് നടത്തണം, ഹലാലായ രീതിയിൽ ജോലി ചെയ്യണം, ഹലാലായ രീതിയിൽ സമ്പാദിക്കണമെന്ന് തന്റെ മകനോട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സമ്പാദിക്കാൻ 30-40 വയസ്സാവണമെന്നില്ല. 15 വയസ്സായാൽ തുടങ്ങണം. 15 വയസ്സ് വരെ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. പ്രായപൂർത്തി എത്തുന്നത് വരെ വളർത്തൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പിതാവ് വളർത്തണം പ്രായപൂർത്തി എത്തുന്നത് വരെ. ഒരു പെണ്ണാണെങ്കിലോ അവളുടെ വിവാഹം വരെ പിതാവിന്റെ കടമയാണ്. ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ വിവാഹം വരെ മാതാപിതാക്കളുടെ സംരക്ഷണത്തിലാണ്. ഈ മാതാപിതാക്കളാണ് അവരെ വളർത്തേണ്ടത്. എന്നാൽ ഒരു ആൺകുട്ടിയാണെങ്കിൽ പ്രായപൂർത്തി എത്തുന്നത് വരെയാണ് മാതാപിതാക്കളുടെ കടമ. അതിനുശേഷമുള്ളതവൻ സ്വന്തമായി സമ്പാദിക്കാൻ അവനെ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, മടിയന്മാരാക്കി അലസന്മാരാക്കി മാറ്റരുത്. രാത്രിയായാൽ കിടന്നുറങ്ങാതെ ടർഫിൽ പോയി കളിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ജോലിയുണ്ട്, ഒരു ജോലിയില്ല, പിന്നെ ഇങ്ങനെ ജീവിക്കുന്നു. ആരാ കാശ് കൊടുക്കുന്നത്? അതിനിടയിലാണ് ലഹരി പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. അതിനിടയിലാണ് മയക്കുമരുന്ന് പോലെയുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനമായി മനസ്സിലാക്കണം. വളരെ നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം, അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ, നല്ലതേ നിങ്ങൾ സമ്പാദിക്കാൻ പാടുള്ളൂ. കാരണം ലാ യഖ്ബലുല്ലാഹു ഇല്ലാ തയ്യിബാ, അല്ലാഹു തആല നല്ലത് മാത്രമേ സ്വീകരിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. ആ നല്ലതിൽ നിന്ന് മാറിപ്പോയി ലഹരി ഉപയോഗങ്ങൾ. നമ്മുടെ കള്ളായാലും മയക്കുമരുന്നായാലും കഞ്ചാവായാലും എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹറാമാണ്. അല്ലാഹു നിഷിദ്ധമാക്കിയതാണത്. മഹാനായ ജഅഫർ ത്വയ്യാർ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്ന് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളോട് പറയുകയാണ്, മഹാനായ ജഅഫർ ത്വയ്യാർ എന്ന് പറയുന്ന സ്വഹാബിക്ക് 4 പ്രത്യേകതകൾ ജാഹിലിയ്യ കാലത്ത് തന്നെയുണ്ട്. അഥവാ അദ്ദേഹം മുസ്ലിമാകുന്നതിന് മുമ്പേ 4 കാര്യങ്ങളുണ്ട്. മുസ്ലിമായതിനു ശേഷവും 4 പ്രത്യേകതകൾ അയാളിലുണ്ട്. അപ്പോഴാണ് മഹാനായ ജഅഫർ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുന്നത്, അല്ലയോ ജഅഫറേ, യാ ജഅഫർ, എന്താണ് നിങ്ങൾക്കുള്ള 4 പ്രത്യേകത? ജാഹിലിയ്യ കാലത്തും ഇന്നും നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ 4 പ്രത്യേകതകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുമായിരുന്നില്ല. ഒന്നാമത്തേത്, അല്ലാഹുവിന്റെ ഹബീബേ, എന്റെ ജീവിതത്തിൽ ഞാൻ കള്ളു കുടിച്ചിട്ടേ ഇല്ല. ഒന്ന് എണീറ്റിക്കെല്ലാരും സല്ലു അലാ സയ്യിദിനാ മുഹമ്മദ്. ഉറക്കെ സ്വലാത്ത്.